CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. പിറവം ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വള്ളംകളി മത്സരം പിറവത്തിന്റെ ഉത്സവമായി. ഗ്രാമീണ ടൂറിസം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പിറവത്ത് നിന്നുള്ള ഹെലികോപ്റ്റർ സവാരിക്ക് തുടക്കമായി. കൂത്താട്ടുകുളം ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോബിൽ കുര്യാക്കോസ് അനുസ്മരണവും സുഹൃത്ത് സംഗമവും സെപ്റ്റംബർ 10 കൂത്താട്ടുകുളത്ത് നടക്കും. ചാലക്കപ്പാറ തൊണ്ടിലങ്ങാടിയിൽ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ലവ് ലാൻഡ്സ് എന്ന പേരിൽ ഫിഷ് ഫാം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഗ്രാമീണ ടൂറിസം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിറവം പഞ്ചായത്ത് ഓണാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന വള്ളംകളി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഇന്ന് ജലോത്സവങ്ങളുടെ ഒരു സീസണിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ബഹുജനങ്ങൾ ഇത് പരിപൂർണമായി മുമ്പോട്ട് കൊണ്ടുപോകുക. നെഹ്റു ട്രോഫി മുതൽ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ 100 കണക്കിന് ജലോത്സവം നടക്കുകയാണ്. ഒരു ഇമോഷണൽ ഇന്റഗ്രേഷനാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ജനങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ, അവരുടെ മെയ്യും മനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, പൂർണ്ണമായ ടീം സ്പിരിറ്റോടുകൂടി വലിക്കുന്ന വള്ളം ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയായി പ്രയത്നം നടത്താൻ കേരളീയർക്കുള്ള പ്രത്യേകത എല്ലാം ഈ ജലോത്സവത്തിൽ നമ്മൾ കാണുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ടീം സ്പിരിറ്റിന്റെ ഭാഗമാണ്. അതിനകത്ത് ജയവും പരാജയവും വേണമെങ്കിൽ ഒരു നെല്ലടയുടെ വ്യത്യാസത്തിലാകാം. അതിനേക്കാൾ അപ്പുറത്ത് ഒരു ടീം സ്പിരിറ്റോടുകൂടി നമ്മൾ ഇത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. പിറവം പുഴ കേന്ദ്രീകരിച്ച് ഇതിനോടകം നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 15 വർഷമായി മുടങ്ങിക്കിടന്ന വള്ളംകളി പുനരാരംഭിച്ചത് തന്നെ അതിനുള്ള തെളിവാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് അധ്യക്ഷനായിരുന്നു. ജോസഫ് വാഴക്കൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി, ജില്ലാ കളക്ടർ PI ഷെയ്ഖ് പരീദ്, പഞ്ചായത്ത് പ്രസിഡന്റ് സാബുക്ക് ജേക്കബ്, വൈസ് പ്രസിഡന്റ് അന്നമ്മ ഡോമി, മുൻ MLAമാരായ MJ ജേക്കബ്, ജോണി നെല്ലൂർ, മാർക്കറ്റ് ഫെഡ് വൈസ് ചെയർമാൻ NP പൗലോസ്, DTPSC സെക്രട്ടറി TN ജയശങ്കർ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ജെയ്സൺ ജോസഫ്, നടൻ ലാലു അലക്സ്, ജോൺ മിനി മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സ്റ്റീഫൻ, വൈസ് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, കൊച്ചിൻ ചൈൽഡ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോയി മങ്കടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് കൃഷ്ണൻകുട്ടി, ഗ്രേസി മാത്യു, ഷിജി ഗോപകുമാർ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ C പൗലോസ്, ഭരണസമിതി അംഗങ്ങളായ KN ചന്ദ്രശേഖരൻ, KP സലീം, സാലി കുര്യാക്കോസ്, ബിന്ദു ബാബു, PK പ്രസാദ്, CM പത്രോസ് തുടങ്ങിയവർ സംസാരിച്ചു. വള്ളംകളി അതിൻ്റെ 2ാം വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ വള്ളംകളി പുനരാരംഭിച്ചപ്പോൾ ഒരുപാട് ആശങ്കകൾ അത് ബാക്കി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തോടെ ഇത് തുടങ്ങി അവസാനിപ്പിക്കുകയാണോ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മളെ അലോസരപ്പെടുത്തിയിരുന്നു.
അത്തരത്തിലുള്ള ചിന്തകളൊക്കെ അസ്ഥാനത്താണ്. തുടർച്ചയായ രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമുക്കിത് കൂടുതൽ ഭംഗിയായി തന്നെ വരും വർഷങ്ങളിൽ നമുക്കിത് ആവർത്തിക്കണം. ലോകത്തിലെ കാണികളുടെ മനസ്സ് ഇപ്പോൾ പറയുന്നത് ഇനി പ്രസംഗം വേണ്ട, കളി ആരംഭിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ആരംഭിക്കുവാൻ വേണ്ടി സന്തോഷിക്കുമ്പോൾ ഒന്നും പറയാതെ ഏറ്റവും മികവുറ്റ രീതിയിൽ ഈ ജലോത്സവം സംഘടിപ്പിച്ച നമ്മുടെ ജില്ലയുടെ അഭിമാനമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു കെ ജേക്കബിനെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ മുക്തബന്ധം പ്രശംസിച്ചുകൊണ്ട് എല്ലാ ഓണാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിറവം ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വള്ളംകളി മത്സരം പിറവത്തിൻ്റെ ഉത്സവമായി. പുഴയിലെ ശക്തമായ ഒഴുക്കിനെതിരെ തുഴയെറിഞ്ഞ് മുന്നേറുന്നവരുടെ പ്രകടനം ആസ്വദിക്കുന്നതിനായി ഉച്ചയോടെ തന്നെ ജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. 3 മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും പിറവം പാർക്കും പാലവും നടപ്പാതയുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ഓരോ വള്ളവും ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുമ്പോഴും ചെണ്ടമേളം മുഴക്കിയും ആർപ്പ് വിളിച്ചും കാണികൾ പ്രോത്സാഹനമൊരുക്കി. കഴിഞ്ഞ അത്തം നാളിൽ ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് 3 ആഴ്ചയിലേറെ നീണ്ട ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. 15 വർഷമായി മുടങ്ങിയിരുന്ന പിറവം വള്ളംകളി കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വള്ളങ്ങൾ പങ്കാളികളായതും മത്സരഫലത്തെക്കുറിച്ച് കാണികളിൽ ആകാംക്ഷ ഉയർത്തി. സ്വകാര്യ ഏവിയേഷൻ കമ്പനിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ആകാശയാത്രയും വിസ്മയ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. വൈക്കം കൈതപ്പുഴ കായൽ വരെ നീണ്ട വിമാനയാത്രയിൽ അനവധി പേർ പങ്കാളികളായി. വള്ളം തുഴയൽ മത്സരത്തിന് തുടക്കം കുറിച്ച് നടന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മാസ് ഡ്രില്ലിനിടയിലും ഉദ്ഘാടന ചടങ്ങുകൾക്കിടയിലും ഹെലികോപ്റ്ററിൽ നിന്നും നടത്തിയ പുഷ്പവൃഷ്ടിയും കയ്യടിയോടെയാണ് കാണികൾ സ്വീകരിച്ചത്. ഗതാഗത തടസ്സവും മറ്റും അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ മത്സരങ്ങൾ പൂർത്തിയാക്കുന്നതിന് പോലീസ് സംഘവും സദാ ജാഗരൂകരായി നിലകൊണ്ടു. ഇടി കള്ള ഇടി മടക്കുക. ആനാരിയുടെ ഒന്നാം കുഴപ്പക്കാരന്റെയും അതുപോലെ തന്നെ ലീഡിംഗ് ക്യാപ്റ്റനിലേക്ക് ഉജ്ജ്വലമായ പ്രകടനത്തിലും 2009 നെഹ്റു ട്രോഫിയിൽ UBC കൈനകരി ആദ്യമായി നെഹ്റു ട്രോഫിയിൽ ഈ ചമ്പക്കുളത്തെ വിജയിപ്പിച്ചുകൊണ്ട് ഹാട്രിക് വിജയം നേടിക്കൊടുത്ത ചമ്പക്കുളം ഷാരി ചെയർമാനിലേക്ക് കൈമാറുകയാണ്. കാരിച്ചാർ തന്നെ ജലചക്രവർത്തിയായ കാരിച്ചാർ 1.5 വള്ളപ്പാടുകൾക്ക് മുന്നിലൂടെ നീട്ടി കുത്തി വലിച്ച് ഓളപ്പരപ്പിലേക്ക് ഈ കുട്ടനാട് ബോട്ടിലൊക്കെ കടന്നു പോവുകയാണ്. ഈ മത്സരങ്ങളെല്ലാം കാണുമ്പോൾ ഇവിടെ നിൽക്കുന്ന ജനമഹാസമുദ്രത്തിന് ആവേശം ഒട്ടു തുടങ്ങുന്നില്ല. മഴയാണ്, മഴക്കൊള്ളുന്നുണ്ട്, മഴക്കാർ കൊള്ളുമ്പോൾ ഈ ലേഖിലും ആ അടവാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വേഗതയിലും വാക്കിലുമെല്ലാം അവരും മുൻപന്തിയിലാണ്. ഇനി മത്സരങ്ങളൊക്കെ എന്തായിരിക്കും? തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി ശ്രീ ജോലി എഴുന്നേറ്റ് മൈക്ക് കൈമാറുക. മനക്കരത്തുന്നകട്ടെ, തുണയൊന്ന് കുതിക്കട്ടെ, വള്ളമൊന്ന് കുതിക്കട്ടെ, ഓടിയേ ഓടിയേ ഓടിവാ ഓടിവാ ഓടിവാ. അതാ തുരുത്തിത്തറ ഓടി വന്നു, പടക്കുതിര ഓടി വന്നു, മാമൂടൻ നടന്നു വരുന്നു. അവരങ്ങനെയാണ് വരുന്നത്. അവർ ഏത് കളക്കളദേശ തിരമാലകളെ ആർപ്പുവിളിയുടെ താള ലഹരിയിലെ കൈത്തണ്ടിന്റെ ആ ഉശിര പ്രകടനം, അടനയമ്പുകളുടെ ഉശിര പ്രകടനം, വെള്ളത്തുള്ളികൾക്ക് ഹരമാകുന്ന പ്രകടനം, ആർപ്പിന്റെ ആ താള ലഹരിയിലെ കൈക്കരുത്തു കണ്ടില്ലേ, മനക്കരുത്തു കണ്ടില്ലേ? വേലങ്ങാട ഇടിച്ചുകുത്തിവ അടിച്ചുകുത്തിവ, ആർപ്പിന്റെ താളം, ആർപ്പുവ വിളിയുടെ താളം, ആവേശത്തിന്റെ നിലയിൽ ഇതാ എതിരാളികളെ 1, 2, 3, 4, 5 വള്ളപ്പാടുകൾക്ക് പിന്തള്ളിപ്പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഫൈനൽ മത്സരമാണ്. ഇതാ ദേവസ്വം ചമ്പക്കുളത്തെയും ശ്രീവിനായകനെയും പിന്തള്ളിക്കൊണ്ട് ദേവസ്വം അറിയുന്നു. ഇതാ ചുണ്ടൻവള്ളങ്ങളുടെ
ഫൈനൽ മത്സരം അങ്ങ് ഏതാണ്ട് മധ്യഭാഗം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തുടർന്നുള്ള വിവരണത്തിന് ഞാൻ ഷാജിയിലേക്ക് അയക്കുകയായി മാറും. ഉജ്ജ്വലമായ പോരാട്ടമാണ്. ആരാണ് ഒന്നാം ട്രാക്കിലെ കാര്യത്താൽ പോലുള്ള അത്യുജ്വലമായ മത്സരം കാഴ്ചവെച്ചപ്പോഴേ കഴിഞ്ഞ വർഷത്തെ ജേതാവായ ആനാരിച്ചുണ്ടൻ പിറവം പൊട്ടത്ത ലീഡർ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിലെ ജയിച്ചു എന്ന് പറയാം. രണ്ടാമത് കാര്യത്താൽ വരുന്നു. മൂന്നാമത് പായിപ്പാട് ബോട്ട് ജവഹർത്തായി കടന്നു പോകുന്നു. മാന്യ ശ്രോതാക്കളെ ഈ മത്സരമായിരുന്നു ഓരോരുത്തരും കണ്ടീച്ചി. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ആനാരി പുത്തൻ ചുണ്ടൻ കെ കരുണാകരൻ മെമ്മോറിയൽ ട്രോഫി നിലനിർത്തി. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളാണ് ആനാരി. ബാബു ആട്ടിനേടത്ത് ക്യാപ്റ്റനായ പിറവം ബോട്ട് ക്ലബ്ബാണ് ആനാരി ചുണ്ടൻ നീറ്റിലിറക്കിയത്. പി ബൈജു ക്യാപ്റ്റനായി കുട്ടനാട് ബോട്ട് ക്ലബ്ബ് അംഗങ്ങൾ തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. പായിപ്പാട് ബോട്ട് ക്ലബിൻ്റെ ജവഹർ തായങ്കിരി മൂന്നാമതെത്തി. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ തിരുവാർപ്പ് ബോട്ട് ക്ലബിൻ്റെ ദേവാസ് ചുണ്ടൻ ഒന്നാമതെത്തി. തെക്കൻ പറവൂർ ബോട്ട് ക്ലബിൻ്റെ ശ്രീ വിനായകനാണ് രണ്ടാം സ്ഥാനം. ചമ്പക്കുളം ബോട്ട് ക്ലബിൻ്റെ ചമ്പക്കുളം ചുണ്ടൻ മൂന്നാം സ്ഥാനം നേടി. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ അമ്പലക്കടവനാണ് ഒന്നാം സ്ഥാനം. കുമരകം വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ കോട്ടപ്പറമ്പൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. ഓഡി ഗ്രേഡ് എ വിഭാഗത്തിൽ കുമരകം വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ പടക്കുതിര ഒന്നാമതെത്തി. പച്ച ബോട്ട് ക്ലബിൻ്റെ തുരുത്തിത്തറയ്ക്കാണ് രണ്ടാം സ്ഥാനം. വെപ്പ് ഗ്രേഡ് ബി വിഭാഗത്തിൽ വേളൂർ ബോട്ട് ക്ലബിൻ്റെ ഡൽഹിക്കാണ് ഒന്നാം സ്ഥാനം. കക്കാട് കൈരളി ബോട്ട് ക്ലബിൻ്റെ പുന്നത്ര പുരക്കലിനാണ് രണ്ടാം സ്ഥാനം. ഓഡി ഗ്രേഡ് വിഭാഗത്തിൽ വെള്ളൂർ ബോട്ട് ക്ലബിൻ്റെ ദാനിയൽ ഒന്നാമതെത്തി. മുറം തൂക്കൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ പിറവം ആർ കെ ക്ലബിൻ്റെ വേലങ്ങാടൻ ഒന്നാമതെത്തി. വേങ്ങയിൽ പുത്തൻ വീടനാണ് രണ്ടാം സ്ഥാനം. വിജയികൾക്ക് മന്ത്രി എ പി അനിൽകുമാർ ട്രോഫികൾ സമ്മാനിച്ചു. മന്ത്രി അനൂപ് ജേക്കബ്, പഞ്ചായത്ത് പ്രസിഡന്റ് സാബുക്ക ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനത്തിന്റെ സന്ദർഭമല്ല, ഇതിന് ആവേശത്തിൻ്റെതായ ഒരു മുഹൂർത്തമാണിത്. കാരണം വളരെ ആവേശകരമായ ഒരു മത്സരം കഴിഞ്ഞ് അതിന്റെ സമ്മാനദാനം നടക്കുന്ന ചടങ്ങാണ്. എനിക്ക് ഏറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഒഴുക്കിനെതിരെ തുഴഞ്ഞു വന്നാണ് ഇവിടെ ഒന്നാം സമ്മാനം ഇവിടെ പറഞ്ഞ അനാരി വിഭാഗം നേടിയത്. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒഴുക്കിനെതിരെ തുഴഞ്ഞുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നുന്ന ശ്രീ കെ കരുണാകരന്റെ നാമധേയത്തിലാണ് ഈ വള്ളംകളി എന്നുള്ളതും ഏറെ പ്രസക്തമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ വള്ളംകളിയിൽ വിജയിച്ചവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അനിൽകുമാർ കൂടി ഈ ട്രോഫി നൽകുന്നു. ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പിറവത്തു നിന്നുള്ള ഹെലികോപ്റ്റർ സവാരിക്ക് തുടക്കമായി. പ്രഥമ പറക്കലിന് ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. പിറവം MKM ഹൈസ്കൂളിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയാണ് പ്രഥമ സവാരി ആരംഭിച്ചത്. MKM ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബുക്ക ജേക്കബ്, ജില്ലാ വികസന സമിതി അംഗം ഏലിയാസ് മങ്കടി, അന്നമ്മ ഡോമി, ഏലിയാസ് ഈനാകുളം എന്നിവർ സംസാരിച്ചു. അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫോമയുടെ പ്രസിഡന്റ് ബേബി മണകുന്നൽ പ്രഥമ സവാരി ഫ്ലാഗ് ഓഫ് ചെയ്തു. പിറവത്തെ മാധ്യമ പ്രവർത്തകരായ ജോസ് പെരുമ്പളത്ത്, MT പൗലോസ്, ജോമോൻ വർഗീസ്, ഷിബു EJ, രഞ്ജിത്ത് ബേബി എന്നിവരാണ് പ്രഥമ സവാരി നടത്തിയത്.
യാത്രയിൽ പിറവത്തിൻ്റെ സൗന്ദര്യം വ്യക്തമായി ആസ്വദിക്കുവാൻ കഴിഞ്ഞുവെന്ന് അവർ പറഞ്ഞു. ഏവിയേഷൻ്റെ ഹെലികോപ്റ്റർ നമ്മുടെ ആദ്യത്തെ റൈഡിങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഗ്രാമീണ ടൂറിസത്തിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ഹെലികോപ്റ്റർ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇന്ന് ആരംഭിക്കുന്ന ആദ്യത്തെ ഫ്ലൈറ്റ് ഇതിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പ്രവർത്തന വികസനത്തിന് വേണ്ടി നമ്മുടെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആണ് ഇതുപോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കൂത്താട്ടുകുളം ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോബിൾ കുര്യാക്കോസ് അനുസ്മരണവും സുഹൃത്ത് സംഗമവും സെപ്റ്റംബർ 10 കൂത്താട്ടുകുളത്ത് നടക്കും. കേരളത്തിലെ മികച്ച ക്ലബിനുള്ള പുരസ്കാരവും അന്ന് സമ്മാനിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ കൂത്താട്ടുകുളത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ടീം ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൂത്താട്ടുകുളത്ത് നിന്നുള്ള ആദ്യ താരമായിരുന്നു ബോബിൾ കുര്യാക്കോസ്. പ്രദേശത്തെ ഏറ്റവും മികച്ച താരമായിരുന്ന ബോബിൾ പാലക്കുഴ മോഡൽ ഹൈസ്കൂളിൽ +2 വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് മരണമടയുന്നത്. കൂത്താട്ടുകുളം വേങ്ങച്ചിരയിൽ കുടുംബാംഗമായ ബോബിൾ കുര്യാക്കോസിൻ്റെ 5ാം ചരമവാർഷിക ദിനമായ സെപ്റ്റംബർ 10 YMCA ഹാളിൽ ചേർന്ന അനുസ്മരണ യോഗം മുൻ സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. യോഗത്തിൽ ബോബിളിൻ്റെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും കൂടാതെ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ എന്നിവരും പങ്കെടുക്കും. ബോബിളിൻ്റെ സ്മരണ നിലനിർത്തുവാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിലെ മികച്ച ക്ലബിനുള്ള പ്രഥമ പുരസ്കാരം ഫുട്ബോൾ ക്ലബ്ബായ ബേസ് പെരുമ്പാവൂരിന് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ലബിൻ്റെ കാരുണ്യം ഫുട്ബോളിലൂടെ എന്ന പദ്ധതി വിജയകരമായി മുന്നേറുന്നു എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഭാഗമായി സൗജന്യ PSC കോച്ചിംഗ് ക്ലാസ് എല്ലാ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞ് YMCA ഹാളിൽ നടന്നുവരുന്നു. ഫുട്ബോൾ ക്ലബ്ബ് കൂത്താട്ടുകുളവും സനശ്രുതി ആയുർവേദിക് റിട്രീറ്റ്മെൻറ്റ് സെൻ്ററും സംയുക്തമായി കൂത്താട്ടുകുളം ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒക്ടോബർ 14 സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തും. 2ാമത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സ്വാഗത സംഘ രൂപവൽക്കരണം നവംബർ 24 കൂത്താട്ടുകുളം ടൗൺ ഹാളിൽ നടക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികളായ K ചന്ദ്രശേഖരൻ, PC ഭാസ്കരൻ, ടിനു തോമസ്, ഡെന്നീസ് എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മധ്യ മേഖലയിലെ ഏറ്റവും നല്ല ജൂനിയർ ഫുട്ബോൾ താരമായിരുന്നു ബോബിൾ. കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഈ ചരമദിനത്തിൽ ഒരുമിച്ച് കൂടുകയും ഒരു കൂട്ടായ്മയിലൂടെ ബോബിളിനെ സ്മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സെപ്റ്റംബർ 10 ബോബിൾ കുര്യാക്കോസിൻ്റെ 5ാമത് ചരമവാർഷിക ദിനമാണ്. ഈ 5ാമത് ചരമവാർഷിക ദിനം FC അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെയും നാട്ടിലെ പ്രമുഖരായ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചരമവാർഷിക ദിനം ആചരിക്കുകയാണ് YMCA. മൂവാറ്റുപുഴ താലൂക്ക് നിയമസഹായ കമ്മിറ്റിയുടെയും മണിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സഞ്ചരിക്കുന്ന ലോക അദാലത്ത് മണിയിൽ നടന്നു. മണിയുടെ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന അദാലത്തിൽ റിട്ടയർഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് TP ജോസഫ്, അഭിഭാഷകരായ NM മേരി, സിമി MD, റീത്തമ്മ മാത്യു, സന്ധ്യാദേവി, മണിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ്, വൈസ് പ്രസിഡന്റ് സിജി ഷാജി, മണിയുടെ പഞ്ചായത്ത് നിയമസഹായ കേന്ദ്രത്തിൻ്റെ പാരാ വോളണ്ടിയർമാരായ ഉഷ രാമചന്ദ്രൻ, ഷിജി വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു. സഞ്ചരിക്കുന്ന കോടതി എന്ന് പറഞ്ഞാൽ നീതി അവരവരുടെ പഠിക്കലേക്ക് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഉദ്ദേശം. അതാണ്
അത് ഈ കോടതിയിലേക്ക് വരാതെ അവരവരുടെ സ്ഥലത്ത് അതിൻ്റെ നിയറസ്റ്റ് പഞ്ചായത്ത് ഓഫീസുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് പ്രവർത്തിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും ചെന്ന് അവിടുത്തെ പഞ്ചായത്തിലെ ലീഗൽ പാരാലീഗൽ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ പഞ്ചായത്ത് അതോറിറ്റീസ് ഒരുക്കി നിർത്തിയിരിക്കുന്ന പരാതിക്കാരുടെ പരാതികൾ കേട്ട് അതിന് രണ്ടു കൂട്ടരെയും യോജിപ്പിച്ച് ഒരു തീരുമാനത്തിലെത്തിച്ച് കേസുകൾ തീർക്കുന്നതിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കാലടി അദ്വൈതാശ്രമ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീ ആഗമനാനന്ദ സ്വാമിയുടെ പേരിലുള്ള സംസ്ഥാന അവാർഡ് സമ്മാനിച്ചു. അരയങ്കാവ് സ്വദേശിയും KPMS എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ KASBയ്ക്കും ആലപ്പുഴ സ്വദേശി കൈനഗരി ജനാർദ്ദനുമാണ് അവാർഡ് നൽകിയത്. കാലടി നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന ആഗമനാനന്ദ സ്വാമികളുടെ 117ാമത് ജയന്തി സമ്മേളനത്തിൽ വെച്ച് എക്സൈസ് വകുപ്പ് മന്ത്രി K. ബാബു അവാർഡ് വിതരണം ചെയ്തു. കാലടി സംസ്കൃത സർവകലാശാലയിൽ ശ്രീനാരായണ ഗുരു, ആഗമനാനന്ദ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരിൽ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സനാതന ധർമ്മ സുഹൃത്ത് വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന്റെ ജില്ലാ കോർഡിനേറ്ററായിരുന്നു സിബി. 2010-11 വർഷത്തിലെ മികച്ച പട്ടികജാതി പ്രവർത്തകനുള്ള ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ ഫെലോഷിപ്പും സിബിക്ക് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മികച്ച പട്ടികജാതി പ്രവർത്തകർക്കുള്ള സംസ്ഥാന അവാർഡാണ് ശ്രീ ആഗമനാനന്ദ സ്വാമി അവാർഡ്. ആഗമനാനന്ദ സ്വാമികളുടെ 3 വാള്യങ്ങളിലായി ഇറക്കിയിട്ടുള്ള വീരവാണി എന്ന പഠന ഗ്രന്ഥവും ദക്ഷിണയും ഫലകവും അടങ്ങുന്നതാണ് ആഗമനാനന്ദ സ്വാമി പുരസ്കാരം. കാലടി അദ്വൈതാശ്രമ സ്ഥാപകനായ ആഗമാനന്ദ സ്വാമികളുടെ പേരിലുള്ള ഈ പുരസ്കാരം കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. എന്നും പട്ടിക വിഭാഗങ്ങളിലെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ എന്നും ആ വിഭാഗങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. ചാലക്കപ്പാറ തൊണ്ടിലങ്ങാടിയിൽ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ലവ് ലാൻഡ്സ് എന്ന പേരിൽ ഫിഷ് ഫാം ആരംഭിച്ചു. ഫിഷ് ഫാം വളപ്പിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ബാങ്ക് DGM ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KF കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ ബിനു, ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജോബ് J. വില്ലി, യൂണിയൻ ബാങ്ക് മാനേജർ TV സിറിയക്, ചന്ദ്രമോഹൻ, മനാഫ്, സാബു, വൈക്കം തബീർ, സജി തുടങ്ങിയവർ സംസാരിച്ചു. 8ഓളം പേരുടെ പരിശ്രമ ഫലമായാണ് ഫിഷ് ഫാം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കാർഷികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പ്രാധാന്യമുള്ളത്. അല്ലാണ്ട് ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഇൻഡസ്ട്രി തുടങ്ങുക സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇന്നിവിടെ ഈ തുടങ്ങാൻ പോകുന്ന ഈ പദ്ധതി തികച്ചും ഈ സ്ഥലത്തിനോട്, ഈ പ്രകൃതിയോട് യോജിച്ച ഒരു പദ്ധതിയാണ്. കളമ്പൂർ ചങ്ങലപ്പാലം നിവാസികളുടെ ചിരകാല സ്വപ്നമായ കളമ്പൂർ ചങ്ങലപ്പാലം തൂക്കുപാല നിർമ്മാണം അധികൃതരുടെ അനാസ്ഥയിൽ മുടങ്ങിയ നിലയിൽ. അന്തരിച്ച മന്ത്രി TM ജേക്കബും കടുത്തുരുത്തി MLA മോൻസ് ജോസഫും മുൻകൈയെടുത്ത് ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച തൂക്കുപാലത്തിന്റെ നിർമ്മാണമാണ് പാതി വഴിയിൽ നിശ്ചലമായത്. ജീവൻ തുലാസിലിട്ട് ആടിയുലയുന്ന വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമായാണ് തൂക്കുപാലത്തിന്റെ പണി ആരംഭിച്ചതെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തതയാണ് നിർമ്മാണം മുടങ്ങുവാൻ കാരണമായി പറയുന്നത്. 8 മാസം മുമ്പ് ആരംഭിച്ച തൂക്കുപാല നിർമ്മാണം 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവും പാഴ്വാക്കായി. സ്കൂൾ കുട്ടികളടക്കം ആയിരങ്ങൾ മറുകര തേടുന്ന ഇവിടെ തൂക്കുപാല നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം നിർമ്മാണം ആരംഭിച്ച വളപ്പിൽ പാലം പൂർത്തിയായി നാടിനെ സമർപ്പിച്ചിട്ടും ഇവിടെ ഫയലിംഗ് ശേഷമുള്ള പാലത്തിന്റെ ഇരുകരകളിലെയും കാലുകളുടെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. 1.5 കോടിയോളം രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചെങ്കിലും ഫണ്ട് സമയബന്ധിതമായി ലഭിക്കാത്തതാണ് ഇപ്പോൾ പണി മുടങ്ങുവാൻ കാരണമായി പറയുന്നത്. കളമ്പൂരിൽ നിന്നും നൂറുകണക്കിന് സ്കൂൾ കുട്ടികളടക്കം ഇക്കരയ്ക്ക് യാത്ര ചെയ്യുന്നത് അപകടത്തിലൂടെയാണെന്ന് തിരിച്ചറിവില്ലെങ്കിലും എത്രയും വേഗം പാലം നിർമ്മാണം പുനരാരംഭിക്കണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ചങ്ങലപ്പാലം കടുത്തുകടവിൽ ഞങ്ങൾ വളരെ ഏറെ കാലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ആ ഒരു തൂക്കുപാലം ഞങ്ങൾക്ക് വന്നപ്പോൾ അനൂപ് ജേക്കബിൻ്റെ പേരിൽ ഞങ്ങളുടെ മോൺസി മെമ്പറുടെ പേരിൽ ഒരു തൂക്കുപാലം വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല സാഹചര്യം കിട്ടിയെന്ന് ഓർത്തായിരിക്കണം.
പക്ഷേ അത് ഞങ്ങളുടെ കാലത്തോ ഞങ്ങളുടെ മക്കളുടെ കാലത്തോ നടക്കുന്ന ഒരു അവസ്ഥ വന്നില്ല. കാരണം ഞങ്ങൾ ആരും കുറ്റപ്പെടുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ തൂക്കുപാലത്തിൻ്റെ പണി നടത്തി ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു അവസ്ഥ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് നിരവധി ആൾക്കാർ ഇപ്പോൾ ഈ കടത്തുകടയിൽ കടക്കാൻ വേണ്ടി ഈ വഞ്ചിയിൽ വരാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ വഞ്ചിക്കാരൻ്റെയും ഈ നാട്ടുകാരുടെയും സ്വപ്നമാണ് ഈ തൂക്കുപാലം എന്നൊരു വ്യക്തി. അത് ഞങ്ങൾ ആരെയും എതിരെയല്ല ഞങ്ങൾ പറയണത്. ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് നടത്തി കിട്ടുക. എന്താണ് അതിൻ്റെ ദുരിതാവസ്ഥ, എന്താണ് അതിൻ്റെ കേസ്, അതായത് ഈ തൂക്കുപാലത്തിൻ്റെ ഈ പള്ളിപ്പടി പാലം, വളപ്പിപ്പാലം, ഈ പാലത്തിനോട് ഏകദേശം എടുത്തൊരു കോൺട്രാക്റ്റായിരുന്നു. ആ പാലമൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഈ തൂക്കുപാലം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് നടത്തി കിട്ടുക. അത് ഞങ്ങളുടെ ജനത്തിൻ്റെ എല്ലാവരും ഒരാഗ്രഹമാണ്. ഞങ്ങളത് കൈയടിച്ച് പാസ്സാക്കുകയാണ്. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണത്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇന്ന് ഈ തൂക്കുപാലം റെഡിയാക്കി തരണമെന്ന് ഇതിനെ വേണ്ടപ്പെട്ട ഭാരവാഹിയോട് അപേക്ഷിക്കും. ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ പാലം എന്ന് പറയുന്നത്, തൂക്കുപാലം. അത് ഏത് കാരണവശാലും എത്രയും പെട്ടെന്ന് നിവർത്തിച്ചു തരണം. കിനാനായ കാത്തലിക് യൂത്ത് ലീഗ് കടുത്തുരുത്തി ഫെറോന തലത്തിൽ സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റ് പിറവം കമ്പാനിയൻസ് ക്ലബ്ബിൽ നടന്നു. ടൂർണമെന്റിൽ 600 മംഗലം ഇടവക ഒന്നാമതെത്തി. പൂഴിക്കോൽ ഇടവക 2ാം സ്ഥാനം കരസ്ഥമാക്കി. പിറവം ഹോളി കിങ്സ് കിനാനായ കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് സമ്മാനദാനം നിർവഹിച്ചു. ഇവിടെ നടന്നത് ഷട്ടിൽ ടൂർണമെന്റ് വടംവലി പോലെ വള്ളംകളി പോലെ വലിയ ആവേശനിർഭരമായിരിക്കില്ല. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും ക്നാനായ യുവജനങ്ങൾ ഈ ഫൊറോനയിൽ നിന്ന് ഒരുമിച്ച് വരികയും കാണാനും ഇടപഴകാനും ഒക്കെ ഒരു അവസരം ലഭിച്ചത് നല്ല കാര്യം തന്നെയാണ്. വരിക്കാംകുന്ന് ഇന്ദിരാഞ്ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമം, പ്രഭാത പൂജകൾ, സഹസ്രനാമം, സമൂഹ പ്രാർത്ഥന, പാരായണം, ഉണ്ണിയൂട്ട്, പ്രാധാന്യം, സമൂഹ സദ്യ, നാരങ്ങ വിളക്ക് പൂജ, ക്ഷേത്രത്തിൽ വിശേഷാൽ ദീപാരാധന തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. വരിക്കാംകുന്ന് ഇന്ദിരാഞ്ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കണ്ണന്റെ ഗോശാലയിലേക്ക് ഗോക്കളെത്തി. ഭഗവാന്റെ ഇഷ്ട ഗോയായ കൃഷ്ണ പശു ഉൾപ്പെടെ 3 ഗോക്കളാണ് ഗോശാലയിലേക്ക് സ്ഥിര താമസക്കാരായി എത്തിച്ചേർന്നത്. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഈ ഗോക്കളുടെ പാൽ കൊണ്ടാണ് അഭിഷേകം നടന്നത്. 9 മാസങ്ങളിലാണ് പെൺകുട്ടികൾക്ക് ചോറൂണ്. 6, 8, 10 മാസങ്ങളിൽ ആൺകുട്ടികൾക്കും ചോറൂണ് നടത്തണം. 1, 3, 5 എന്നീ ഒറ്റ വയസ്സുകളിലെ കുഞ്ഞുങ്ങളുടെ കാതുകുത്താവും. കുഞ്ഞുങ്ങളുടെ മുടി 3 വയസ്സ് കഴിഞ്ഞേ മുറിക്കാവും. പ്രധാന വാർത്തകൾ വീണ്ടും. പിറവം ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വള്ളംകളി മത്സരം പിറവത്തിന്റെ ഉത്സവമായി. ഗ്രാമീണ ടൂറിസം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പിറവത്ത് നിന്നുള്ള ഹെലികോപ്റ്റർ സവാരിക്ക് തുടക്കമായി. കൂത്താട്ടുകുളം ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോബിൾ കുര്യാക്കോസ് അനുസ്മരണവും സുഹൃത്ത് സംഗമവും സെപ്റ്റംബർ 10 കൂത്താട്ടുകുളത്ത് നടക്കും. ചാലക്കപ്പാറ തൊണ്ടിലങ്ങാടിയിൽ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ലവ് ലാൻഡ്സ് എന്ന പേരിൽ ഫിഷ് ഫാം ആരംഭിച്ചു. സിറ്റി ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം. CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച്